ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയാലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് കേക്ക്സ്. പലതരം വെറൈറ്റി കേക്ക്സ്. ബർത്ത്ഡേക്ക് മാത്രം കേക്ക് കഴിക്കുന്നവർ പോലും ക്രിസ്മസിന് ഒരു കഷ്ണം കേക്ക് കഴിക്കാതിരിക്കില്ല. ഈ ഒരു സമയത്ത് എവിടെ നോക്കിയാലും കാണുന്നതും കേക്ക് റെസിപ്പീസ് തന്നെ, കൂടുതലും പ്ലം കേക്ക് റെസിപ്പീസ്. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യാസത്തിനായിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ചോക്കോ ചിപ്പ് വനില കേക്കിന്റെ റെസിപ്പിയാണ്. ക്രിസ്മസിന് മുന്നേ തന്നെ ഇടണം എന്ന് കരുതിയ ഒരു റെസിപ്പിയാണിത്. പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. സാരില്ല, നമുക്ക് ന്യൂ ഇയറിന് ഉണ്ടാക്കാലോ. ഈ അടിപൊളി കേക്ക് എന്തായാലും നിങ്ങൾ ന്യൂ ഇയറിനൊന്ന് ഉണ്ടാക്കി നോക്ക്, ഇഷ്ടപ്പെടും. പണ്ടൊക്കെ ഒരു കേക്ക് ബേക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്കൊരു ഡ്രീം ആയിരുന്നു. എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അത്യാവശ്യം ബേക്ക് ചെയ്യും. പിള്ളേരുടെ ബർത്ത്ഡേക്ക്, ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കുകളാണ് മുറിക്കാറ്. അപ്പൊ നമുക്ക് നോക്കിയാലോ ഈ ഈസി കേക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ കേക്ക് ടിനാണ്. അതിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വനില ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ. വനില എസൻസിനെക്കാട്ടിലും ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നത് വനില ഷുഗർ ആയതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. 2-3 തവണ അരിക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റായി. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനൊരു വലിയ ബൗളിലേക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാൻ. പതിയെ നമുക്ക് എന്നിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കാം. ഒരുവിധം പതഞ്ഞ് ഒരു ക്രീമി ടെക്സ്ചറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും 2-3 തവണയായിട്ട് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ചെറിയ തരികളുള്ള അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിലുള്ള ഷുഗറിന്റെ തരികൾ വലിപ്പമുള്ളതാണെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ കൂടെ അത് പെട്ടെന്ന് അലിഞ്ഞു ചേരും. പഞ്ചസാര നല്ലതുപോലെ ഈ മുട്ടയിൽ അലിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ആ ടെക്സ്ചർ തന്നെ നല്ല വ്യത്യാസം വരാം. നല്ല സിൽക്കി സ്മൂത്ത് ടെക്സ്ചറിലേക്ക് വരും. അടുത്തതായിട്ട് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഓയിലൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും 3 ടേബിൾ സ്പൂൺ പാലുമാണ് ഞാൻ ചേർക്കുന്നത്. കേക്ക് കൂടുതൽ മോയ്സ്ചർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ബാച്ചസ് ആയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ പൊടി ചേർത്തിട്ട് ഒരു സ്പാച്ചില കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ. ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഭയങ്കര ഹാർഡായി പോകും. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെങ്കിൽ അതും പറ്റും. പക്ഷെ ലോ സ്പീഡിലിട്ട് ഓരോ തവണയും പൊടി ചേർത്തിട്ട് 10 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതിയാകും. ഇപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അപ്പൊ നാരങ്ങ നീര് ചേർക്കുന്നതിന് മുന്നേ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയതിനു ശേഷം വേണം നാരങ്ങ നീര് ചേർക്കാൻ. അത് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിനു ശേഷം ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സോ നട്ട്സോ റേസിൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ചോക്കോ ചിപ്പ് വനില കേക്ക് ആണല്ലോ. ഇപ്പൊ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എക്സ്ട്രാ ഉള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമുക്കൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ്സ് ഓവനിൽ വെച്ച് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 40-45 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും എന്റെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ സ്ക്വയറോ ഉപയോഗിച്ച് കംപ്ലീറ്റ് ബേക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടല്ല വരുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ ന്യൂ ഇയർ സ്പെഷ്യൽ വനില കേക്കിന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. സ്കൂളിലേക്ക് കൊടുത്തുവിടേണ്ട കേക്ക് ആയതുകൊണ്ട് ഞാനിതിപ്പോ കട്ട് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.